ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഡ്ഡുകറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയൊരു പ്രൊമോയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അഞ്ജലിയും അർജുനും ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പലപ്പോഴും അവർ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് ഉള്ളത്. വലിയ വലിയ പ്രതിസന്ധികൾ മുമ്പിലുള്ളപ്പോൾ അത് നേരിടാനായിട്ട് ഒരാളുടെ ആവശ്യം സത്യത്തിലുണ്ട്. അവരെ സഹായിക്കാനായിട്ട് പണം കൊണ്ടും മസിൽ പവർ കൊണ്ടും അവരെ സഹായിക്കാനായിട്ട് ഒരാളുടെ സഹായം ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഒരാൾ നമ്മുടെ അഞ്ജലിയുടെയും അർജുൻ്റെയും ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ്. അതാരാണ്? നമ്മുടെ അഞ്ജലി അർജുനും ഒരു ദൈവദൂതനെ പോലെ വന്ന് അവരെ സഹായിക്കാനായിട്ട് പോകുന്ന ആ ഒരു വ്യക്തി ആരാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നമുക്കറിയാം, നമ്മൾ വീക്കിൻ്റെ പുറമേയിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അർജുനെയും അഞ്ജലിയും ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്യാമളമ്മ തയ്യാറായില്ല. അഞ്ജലിക്കും അർജുനും പറയാനുള്ളത് എന്തെന്ന് പോലും കേൾക്കാനായിട്ട് ശ്യാമള തയ്യാറായില്ല. ശിവരാമനാണെങ്കിൽ ഒന്നും മിണ്ടുന്നുമില്ല. അവസാനം പടിക്ക് പുറത്ത് തന്നെയാണ് അഞ്ജലിയുടെ സ്ഥാനമെന്ന് ശ്യാമള പറയും. നീ പടിക്ക് പുറത്ത് പോക്കോ, നിനക്ക് എന്താണെങ്കിലും ഈ വീട്ടിൽ ഇനി സ്ഥാനമില്ല. നീ ഇനി ഈ വീട്ടിലേക്ക് കയറിയാൽ ഞങ്ങളുടെ രണ്ടുപേരുടെ ശവം നീ കാണേണ്ടി വരും. രാജീവ് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കാൻ സമയമില്ല. രാജീവ് ഇവളെയും വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുക. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ശ്യാമള. അങ്ങനെ ഗതി കെട്ടിട്ടാണ് അവസാനം നമ്മുടെ അർജുൻ നമ്മുടെ അഞ്ജലിയും കൂട്ടി ഇറങ്ങുന്നത്. അഞ്ജലിയെ വിളിച്ചുകൊണ്ട് പോകും. അഞ്ജലിയോട് പറയും, വാ, നീ എൻ്റെ കൂടെ വാ. അങ്ങനെ നിന്നെ കൊല്ലാനൊന്നും വിടാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഇവർക്ക് നമ്മളെ മനസ്സിലാക്കുവാനോ നമ്മൾ പറയുന്നത് കേൾക്കുവാനോ തയ്യാറല്ല. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വാ. അങ്ങനെ അഞ്ജലിയും കൂട്ടിയിട്ടാണ് നമ്മുടെ അർജുൻ പോകുന്നത്. അർജുന ഒരിക്കലും ഇപ്പോൾ ആദ്യം തന്നെ ശംഖുചക്രത്തിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ശംഖുചക്രത്തിലേക്ക് പോകാൻ ഒരു വഴിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങോട്ട് കയറി ചെല്ലാൻ അഞ്ജലിയും കൊണ്ട് പറ്റത്തുമില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും അർജുൻ അമ്പാടിയുടെ സഹായം തേടുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ അമ്പാടിയുടെ സഹായത്തോടു കൂടി ഒരു പക്ഷേ അമ്പാടിയുടെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ ഒരു സംഭവം ഒരു വീട് സംഘടിപ്പിച്ച് അവിടെ ആണ് അഞ്ജലിയും കൂട്ടി നമ്മുടെ അർജുൻ താമസിക്കാനായിട്ട് പോകുന്നത്. അവരൊരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന ഒരു കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ അപ്പോഴും ചില സംശയങ്ങൾ നമ്മുടെ അഞ്ജലിക്കുണ്ട്. എന്തുകൊണ്ടാണ് അർജുൻ തൻ്റെ വീട്ടിലേക്ക്, രാജീവ് തൻ്റെ വീട്ടിലേക്ക് അഞ്ജലിയെ കൊണ്ടുപോകാത്തത്? അങ്ങനെ ഒരുപാട് തവണ പല തവണകളായിട്ട് അഞ്ജലി അതിനെപ്പറ്റി നമ്മുടെ അർജുനോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഒരു വിധത്തിൽ ഒഴിഞ്ഞു മാറി നമ്മുടെ അർജുൻ പോകും കേട്ടോ. അപ്പോൾ അവസാനമാണ് നമ്മൾ വീക്കിൻ്റെ പ്രൊമയിൽ കാണുന്നത് പോലെ അമ്പാടിയോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് അർജുൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്, രാജീവ് ഇങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോകുന്നത്? എന്തോ ഞാനറിയാത്തൊരു വലിയ രഹസ്യം നിങ്ങളെല്ലാവരും സൂക്ഷിക്കുന്നുണ്ട്. അതെന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞേ പറ്റൂ എന്നൊക്കെ നമ്മുടെ അമ്പാടിയോട് ചോദിക്കുന്നത്. എന്താണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന ആ കാര്യമൊന്നുമല്ല. നമുക്കറിയാം, വീക്കിൻ്റെ പ്രമേയിൽ ഒരു വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. നമുക്ക് എല്ലാവരും ഞെട്ടിപ്പിച്ച് കളഞ്ഞ, നമ്മളിലേറെ ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം. അത് അനുപമ ഓൾറെഡി അർജുനെ ആക്രമിക്കാൻ വേണ്ടി ഗുണ്ടകളെ, അതായത് അർജുനെ തീർത്ത് കളയാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ അയച്ചിട്ടുണ്ട്. അത്രയേറെ ദുഷ്ടതയായി മാറിയിരിക്കുകയാണ് അനുപമ. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ആരെയും കൊല്ലാൻ മടിക്കില്ല എന്നൊരു മനോഭാവമാണ് ഇപ്പോൾ അനുപമയ്ക്കുള്ളത്. അതുകൊണ്ടാണല്ലോ രാഘവൻ്റെ മകനായ അർജുനെ പോലും ഇപ്പോൾ കൊല്ലാനായിട്ട് അനുപമ ആളുകളെ അയച്ചിരിക്കുന്നത്. ഇത്രത്തോളം ധൈര്യം അനുപമയ്ക്ക് എങ്ങനെ വന്നു എന്ന് നമ്മളെല്ലാവരും ആലോചിച്ച് പോകും കേട്ടോ. അങ്ങനെ അർജുനെ തേടി ഈ ഗുണ്ടകൾ എത്തുകയും അവിടെ വെച്ച് ഗുണ്ടകളായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന സീന് നമ്മൾ പ്രൊമോയിൽ കണ്ടു. പക്ഷേ വലിയൊരു അപകടം അർജുനെ തേടിയെത്തുകയാണ്. അവർ ചവിട്ടുന്ന സമയത്ത് ബാക്കിൽ പോയി തലയിടിക്കും. അങ്ങനെ അർജുൻ ഒരു പാതി ബോധം മറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ആ ഒരു സമയത്ത് ഗുണ്ടകളെല്ലാവരും കൂടി അർജുനെ പിടിച്ച് വെള്ളത്തിലേക്ക് തള്ളുന്ന ഒരു സീനാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളിൽ ഏറെ ആശങ്കകൾ അതുണ്ടാക്കി. കാരണം അർജുൻ്റെ കൺട്രോൾ പോയി കഴിഞ്ഞു എന്ന പ്രൊമോയിൽ വളരെ വ്യക്തമാണ്. തലയ്ക്ക് ആ ഒരു അടി ഏറ്റത് കൊണ്ട്, അവിടെ പോയി ആ വണ്ടിയിൽ ഇടിച്ചത് കൊണ്ട് അർജുന് നല്ല രീതിയിൽ ഷോക്കഡായി പോയിട്ടുണ്ട്. ഒരു കൺട്രോൾ വിട്ടു പോകുന്നൊരവസ്ഥയിലാണ് അർജുനുള്ളത്. അങ്ങനെ വെള്ളത്തിൽ കിടന്ന് പിടയ്ക്കുന്ന ഒരു അർജുനെ പ്രൊമോയിൽ കണ്ടപ്പോൾ നമ്മളെല്ലാവരും വളരെ ആശങ്കയിലാണ്. അർജുനെ ഇനി രക്ഷിക്കാനായിട്ട് ആര് വരും എന്ന് നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇതേ സമയം തന്നെയായിരിക്കും അർജുൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ അഞ്ജലി അറിയുകയും ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത്, അർജുനെ ഈ കുളത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കാനായിട്ട് ആര് വരും എന്നുള്ളതാണ്. ആരും ആ ഒരു സമയത്ത് അവിടെ ഉണ്ടാവത്തില്ല. അപ്പോൾ ആ ഒരു രക്ഷയ്ക്ക് എത്തുന്നത് ആരാണ് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാവരും ഒരു പക്ഷേ മറന്നുപോയൊരു മുഖം ഉണ്ടാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവങ്ങളൊക്കെ നടന്നു പോകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുമല്ലോ. അങ്ങനെ മറന്നുപോയൊരു മുഖമുണ്ട്, പാർത്ഥസാരഥി. പാർത്ഥസാരഥിയാണ് നമ്മുടെ അർജുനെ രക്ഷിക്കാനായിട്ട് എത്താനായിട്ട് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സമയം നമുക്കറിയാം, അർജുനും അതുപോലെ പാർത്ഥസാരഥിയും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് വന്നിരുന്നു. ഒരു ദൈവദൂതനെ പോലെ ഒരാളാണ് ഈ പാർത്ഥസാരഥി എന്ന് എനിക്ക് ആ ഒരു സമയത്തും തോന്നിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ ഒരു സമയത്തും അർജുനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർത്ഥസാരഥി എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പാർത്ഥസാരഥി ആ വഴി കടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ച അർജുൻ ജീവന് വേണ്ടി വെള്ളത്തിൽ കിടന്ന് പിടയ്ക്കുന്ന ഒരു സീനാണ് ഇത് കാണുന്നത്. പാർത്ഥസാരഥി വേഗം എടുത്ത് ചാടും, നമ്മുടെ അർജുനെ രക്ഷിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഗുണ്ടകൾ അപ്പോഴും അവിടെ നിന്ന് പോയിട്ടില്ല. പിന്നീട് നമ്മൾ കാണാൻ പോകുന്ന രംഗം എന്ന് പറയുന്നത് പാർത്ഥസാരഥിയും ഈ ഗുണ്ടകളും തമ്മിലുള്ള ഇടിയും ബഹളവും ഒച്ചപ്പാടൊക്കെയാണ്. അങ്ങനെ ഈ ഗുണ്ടകളെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പാർത്ഥസാരഥി ഇടിച്ച് നിലംപരിശാക്കും. അപ്പോഴാണ് ഏറ്റവും അവസാനം ഗുണ്ടകളെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോഴാണ് വലിയൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം അർജുനും പാർത്ഥസാരഥി അറിയുന്നത്. അതായത് അർജുനെ കൊല്ലാൻ വേണ്ടി ആളുകളെ വിട്ടിരിക്കുന്ന അനുപമയാണ് എന്നുള്ളൊരു വലിയൊരു സത്യം. ഇതും വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാക്കും. അനുപമയുടെ യഥാർത്ഥ മുഖം അർജുൻ തിരിച്ചറിയുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സംഭവങ്ങളെല്ലാം നടക്കും. അർജുൻ വളരെയധികം നന്ദി പറയും, പാർത്ഥസാരഥിയോട് പറയും, ചേട്ടനെ ദൈവമായിട്ടാണ് ഇങ്ങോട്ട് അയച്ചത്, ചേട്ടനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ഇവന്മാരുടെ കൈകൾ കൊണ്ട് ഞാൻ തീർന്നു പോയേനെ. ദൈവത്തിന് ഒരുപാട് നന്ദി ചേട്ടാ, ഒരുപാട് നന്ദി ഈ ഒരു സമയത്ത് എത്തി എന്നെ രക്ഷിച്ചതിന്. ഞാനിപ്പോൾ ഇവിടെ തീർന്നു പോയിരുന്നെങ്കിൽ എൻ്റെ അഞ്ജലിക്ക് ആരും ഉണ്ടാകുമായിരുന്നില്ല ചേട്ടാ. അങ്ങനെ അർജുൻ കാര്യങ്ങളൊക്കെ പറയുകയാണ് പാർത്ഥസാരഥിയോട്. കാര്യങ്ങളെല്ലാം നമ്മുടെ പാർത്ഥസാരഥി മനസ്സിലാക്കിയാണ് അർജുൻ്റെ അഞ്ജലിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും. അതുപോലെ തന്നെ അർജുൻ എന്തുകൊണ്ടാണ് അഞ്ജലിയുടെ കാര്യങ്ങൾ തുറന്നു പറയാത്തതും അർജുൻ യാഥാർത്ഥ്യത്തിൽ ആരുടെ മകനാണ് എന്നുള്ളൊരു സത്യം എല്ലാം നമ്മുടെ അർജുൻ പാർത്ഥസാരഥിയോട് പറയും. അപ്പോൾ പാർത്ഥസാരഥി വലിയൊരു സപ്പോർട്ടാണ് കേട്ടോ നമ്മുടെ അർജുന് കൊടുക്കുന്നത്. പാർത്ഥസാരഥി അർജുനോട് പറയും, എടാ നീ ധൈര്യമായിട്ടിരിക്കുക, എന്ത് സംഭവമാണെങ്കിലും നമുക്ക് നേരിടാം, ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ, അന്ന് നിന്നെ കണ്ടപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ ധൈര്യമായിട്ടിരിക്കുക, എന്നെ എന്താവശ്യങ്ങളുണ്ടെങ്കിലും വിളിക്കണമെന്ന് ഞാൻ നിനക്ക് ഫോൺ നമ്പർ തന്നതല്ലേ, നിനക്ക് വിളിച്ചുകൂടായിരുന്നോടാ, ഞാൻ നിനക്ക് എന്ത് കാര്യത്തിൽ സപ്പോർട്ടായിട്ടുണ്ട്, പണം കൊണ്ടാണെങ്കിലും കരുത്ത് കൊണ്ടാണെങ്കിലും നമ്മളെ ജയിക്കാൻ ആർക്കും പറ്റത്തില്ല, നീ ധൈര്യമായിട്ടിരിക്കുക. അഞ്ജലിയുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാം നമുക്ക്. നീ രാഘവൻ്റെ മകനാണ്, അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണിയുടെ മകനാണെന്ന് ഞാൻ അവളോട് തുറന്നു പറയാം. അവൾക്ക് നിന്നെ മനസ്സിലാക്കാതിരിക്കാൻ പറ്റത്തില്ലടാ. കാരണം നീ രാഘവൻ ഉണ്ണിയുടെ മകനാണ് എന്നത് നിൻ്റെ ഒരു തെറ്റല്ലല്ലോ. നിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ അതൊക്കെ എന്താണെങ്കിലും അലിഞ്ഞില്ലാതായി പോകും. നീ ധൈര്യമായിട്ടിരിക്കടാ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാടൊരു പോസിറ്റീവായിട്ടൊരു സപ്പോർട്ട് നമ്മുടെ അർജുന് ഈ പാർത്ഥസാരഥി കൊടുക്കും കേട്ടോ. പാർത്ഥസാരഥിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴാണ് അർജുന് മുമ്പോട്ട് ജീവിക്കാനുള്ള ഒരു ശക്തിയും ഒരു ആത്മവിശ്വാസമൊക്കെ വരുന്നത്. അങ്ങനെ ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ നമ്മുടെ അർജുനും അഞ്ജലിക്കും എല്ലാ രീതിയിലും സപ്പോർട്ടായിട്ട് പാർത്ഥസാരഥി വരികയാണ്. അന്നേ പാർത്ഥസാരഥി പറഞ്ഞിരുന്നു അർജുനോട്, നിനക്ക് എല്ലാത്തിനും സപ്പോർട്ട് ഞാനുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കുകയെന്ന്. അങ്ങനെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ അർജുൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അർജുനും അഞ്ജലിക്കും വേണ്ടിയിട്ട് പാർത്ഥസാരഥി വരികയാണ്. നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ നമ്മുടെ അർജുനും അഞ്ജലിക്കും പലപ്പോഴായി തിരിച്ചു കിട്ടുന്ന തിരിച്ചടികളെ പറ്റി നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട. അതിനെല്ലാം ഒരു അന്ത്യം ഉണ്ടാകും. പന്മ കേസിൽ വലിയ വിജയം നമ്മുടെ അഞ്ജലി നേടും. ശംഖചക്രത്തിൽ മരുമകളായിട്ട് നമ്മുടെ അഞ്ജലി വരിക തന്നെ ചെയ്യും. അതിനുള്ള സാഹചര്യവും ഈ പാർത്ഥസാരഥി തന്നെ ഒരുക്കുന്നതാണ് കേട്ടോ. എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൂപ്പർ സൺഡേ നേരുന്നു. ടേക്ക് കെയർ, ബൈ ബൈ.